ഈ ഉത്സവകാലത്ത് പ്രേക്ഷകർക്ക് ദൃശ്യവിരുന്നൊരുക്കാൻ ഒരുപിടി റിലീസുകളുണ്ട്. അവയിലൊന്ന് ദീപു കരുണാകരന്റെ തേജാഭായ് ആൻഡ് ഫാമിലിയാണ്. ആക്ഷനും കോമഡിയും പ്രണയവും നല്ല പാട്ടുകളുമൊക്കെയായി ഒരു മുഴുനീള എന്റർടൈനറാണ് തേജാഭായ്. ചിത്രത്തിന്റെ വിശേഷങ്ങൾ ഇന്നലെ സംവിധായകനും നായിക അഖിലയും പങ്കുവച്ചു. ഇന്ന് നമുക്കൊപ്പമുള്ളത് നായകൻ പൃഥ്വിരാജാണ്. പൃഥ്വിരാജിന്റെ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുക. ചില ദൃശ്യങ്ങൾ കണ്ട ശേഷം തിരിച്ചെത്തും. 23 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വിട്ടുപിരിഞ്ഞ എന്റെ കുടുംബം നീ കണ്ടുപിടിച്ചു തരണം. I love you too. കുട്ടികൾ ഉൾപ്പെടെ എല്ലാം ഫ്രോഡുകളാണ്. ഇവരുടെ ഫാമിലി ഹിസ്റ്ററി എനിക്കറിയാം. നടൻ പൃഥ്വിരാജ് എന്റർടൈൻമെന്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. പൃഥ്വിരാജ്, എല്ലാം കൊണ്ടും ഇപ്പോൾ ഒരു ഉത്സവ സീസണാണ്, ഒരു സെലിബ്രേഷൻ മൂഡ് തന്നെയുണ്ട്. ഈ തേജാഭായിയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഇന്ന് ആദ്യ ദിവസം എന്തൊക്കെ പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന്? വളരെ വളരെ നല്ല റെസ്പോൺസ് ആണ് ഇന്നത്തെ ആദ്യ ദിവസം കിട്ടിയിരിക്കുന്നത്. ഈ സിനിമ ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റുമായിട്ട് ആദ്യം ഇതിന്റെ സംവിധായകൻ ദീപു കരുണാകരൻ എന്നെ കാണാൻ വന്നപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം നമുക്ക് ഈ സിനിമ ചെയ്യാമെന്ന് ഞാൻ സമ്മതിച്ചപ്പോൾ ആദ്യം ദീപുവിനോട് പറഞ്ഞത് ഇതൊരു ഓണം റിലീസ് ആയിരിക്കണം എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചാൽ അത്ര സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ഒരു റിലീസ് അല്ല, ഇത് ഒരു കുടുംബസമേതം ആൾക്കാർ പുറത്തിറങ്ങി നമുക്ക് സിനിമ കാണാൻ പോകാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സമയത്ത് തന്നെ ഈ സിനിമ റിലീസ് ചെയ്യണം. കാരണം ഈ സിനിമയെ ഒരു ആഘോഷമാണ്, ഒരു ഫെസ്റ്റിവൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ അന്നേ പ്ലാൻ ചെയ്തതാണ് ഓണം റിലീസിന് ഈ സിനിമ കൊണ്ടുവരണമെന്ന്. അപ്പൊ അതിന്റെ ഒരു ഗുണം ശരിക്ക് ഇന്ന് റിലീസ് ആയപ്പോഴാണ് അറിയുന്നത്. കാരണം ഈ സമയത്ത് ഈ വെക്കേഷനൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് അച്ഛൻ, അമ്മ, കുട്ടികൾ, മുതിർന്നവർ എല്ലാവർക്കും ഒരുമിച്ച് തിയേറ്ററിലെത്തി കുറെ ചിരിക്കാനും കൈയടിക്കാനും ഒക്കെ അവസരമൊരുക്കുന്ന ഒരു സിനിമയാണ്. ഇതൊരു ആരെയും ഞെട്ടിക്കുന്ന കഥ പറയുന്ന ഒരു സിനിമയോ ഭയങ്കരമായിട്ടൊരു ഉദാർത്ഥമായ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയൊന്നുമല്ല. ഒരു 2-2.25 മണിക്കൂർ ഒരുപാട് ചിരിക്കുക, കൈയടിക്കുക, രസിക്കുക, ആർത്തുല്ലസിക്കുക, തിയേറ്ററിൽ വരിക, അങ്ങനെ ഒരു ജോയ്ഫുൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു പാക്കേജാണ് ഈ സിനിമ. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആക്ഷൻ ഉണ്ട്, കോമഡി ഉണ്ട്, പ്രണയം, കുടുംബ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നു, നല്ല പാട്ടുകളുണ്ട്. ഈ ഒരു പ്രമേയത്തിന്റെ ഇത്രയും ഘടകങ്ങൾ തന്നെയാണോ പൃഥ്വിരാജിനെ ആകർഷിച്ചത്, അല്ലെങ്കിൽ കഥാപാത്രം നോക്കിയാണോ ഈ സിനിമ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? ഇതിന്റെ സ്ക്രിപ്റ്റ് ദീപു എന്നോട് പറയുന്നത് പോക്കിരി രാജ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്താണ്. അപ്പൊ അന്ന് ഞാനും ദീപും ഒരു മുറിക്കാത്തിരുന്ന് ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ ഞാൻ ചിരിച്ച് എന്റെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ ആ സമയത്താണ് എന്നിട്ട് ഷോട്ട് റെഡി എന്ന് പറഞ്ഞ അടുത്ത ഷോട്ടിനെ അറിയുമ്പോൾ എനിക്ക് പോക്കിരായുടെ ക്യാമറാമാൻ എന്ത് ചോദിച്ചു, എന്തൊരു കണ്ണുമല്ലായിരിക്കുന്നു. അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് കേട്ട് ചിരിച്ചിട്ടാണ്. അപ്പൊ അന്ന് തന്നെ അത്രയും ചിരിപ്പിച്ച ഒരു സ്ക്രിപ്റ്റാണ്. ഇന്ന് സിനിമയും അത് തന്നെയാണ്. നമ്മള് സിനിമ കാണുമ്പോൾ നമ്മള് അറ്റ്ലീസ്റ്റ് ഒരു 1 മിനിറ്റ് ഇടവിട്ടെങ്കിലും നമ്മൾ ചിരിക്കും. ഇന്ന് ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം. കാരണം മൊത്തത്തിലൊരു ജോയ്ഫുൾ എക്സ്പീരിയൻസ് ആണ് ആ തിയേറ്ററിനകത്ത്. സോ അതാണ് എന്നെ ഈ സിനിമയിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഇത്രയും ആൾക്കാരെ രസിപ്പിക്കുന്ന ഒരു പാക്കേജ്ഡ് എന്റർടൈനർ എന്നുള്ള നിലയ്ക്ക് ഇതൊരു ഭയങ്കര എൻജോയബിൾ വാച്ച് ആണ് ഈ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം പൃഥ്വിരാജ് ഒരു 2 ഗെറ്റപ്പുകളുണ്ട്. ഒരു സാധാരണ ചെറുപ്പക്കാരന്റെ ഒപ്പം ഒരു അധോലോക നായകന്റെയും. എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടറൈസേഷനെ കുറിച്ച് പറയുമ്പോൾ? ഇതിലെ തമാശ എന്ന് വെച്ചാൽ ഇതാണ്. കാരണം തേജാഭായ് എന്ന് പറയുന്ന കഥാപാത്രം ശരിക്കും മലേഷ്യയിലെ ക്വാലാലംപൂർ നഗരത്തെ മുഴുവൻ ഭീതിപ്പെടുത്തുന്ന ഒരു അധോലോക നായകന്റേതാണ്. പക്ഷെ ഇത്രയും പവർഫുൾ ആയ, ഇത്രയും അതോറിറ്റി ഉള്ളൊരു കഥാപാത്രം തന്റെ പ്രണയത്തിന് മുന്നിൽ എങ്ങനെയാണ് ഹെൽപ്ലെസ് ആകുന്നത്, തന്റെ കാമുകിക്ക് മുന്നിൽ ഒരു വലിയ കള്ളക്കഥ ഉണ്ടാക്കുകയും ആ കള്ളക്കഥയ്ക്കുള്ളിൽ ജീവിക്കേണ്ടി വരുമ്പോൾ അയാള് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുമാണ് ഇതിന്റെ തമാശകളുടെ തുടക്കം. അപ്പൊ ഈ കഥാപാത്രത്തിന് ഇങ്ങനൊരു പശ്ചാത്തലമുണ്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ഈ സിറ്റുവേഷൻസ് എല്ലാം കൂടുതൽ ചിരി വരുന്നത്. അതുകൊണ്ട് തേജാഭായ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയിലെ ഈ തേജയുടെ ഒരു അധോലോകത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ എവിടെയോ ഇതിന്റെ ഹ്യൂമറിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇത് ഒരു ആക്ഷൻ ഉണ്ടെങ്കിലും പാട്ടുകളുണ്ടെങ്കിലും ഡാൻസും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊരു കോമിക് സിനിമയാണ്, ഒരു കോമഡി ചിത്രം തന്നെയാണ്. എന്തായാലും പാട്ടുകളെ കുറിച്ചുകൂടി ചോദിക്കാതെ വയ്യ. ദീപക് ദേവിന്റെ നല്ല അടിപൊളി പാട്ടുകളാണ്. ഒപ്പം ഒരു മധുരക്കിനാവിന്റെ അതിന് റീമിക്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൃഥ്വിരാജ് എന്ത് പറയുന്നു? ഇതിന്റെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മധുരക്കിനാവിൻ എന്ന് പറയുന്ന സോങ്ങും പ്രണയനില എന്ന് പറയുന്ന പാട്ടും തില്ലാന എന്ന് പറയുന്ന ആ 3 പാട്ടുകളും ഭയങ്കരമായി ഒരു റേഡിയോസിലും ചാനൽസിലും ഒക്കെ വ്യൂവർഷിപ്പ്, ഇന്റർനെറ്റിലും ഒക്കെ വ്യൂവർഷിപ്പ് വന്ന 3 പാട്ടുകളാണ്. തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഈ 3 പാട്ടുകളും ഭയങ്കരമായി ഈ സിനിമയുടെ നേരത്തെ പറഞ്ഞൊരു ഫെസ്റ്റിവൽ മൂഡിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 3 പാട്ടുകളാണ്.
ദീപകിന്റെ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള 3 സ്കോറുകളാണ് ഈ 3 പാട്ടുകളും. പിന്നെ ഈ ഓണം റിലീസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അന്നേ ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പേ ദീപു എന്നോട് പറഞ്ഞിരുന്നു ഇതിനകത്ത് മധുരക്കിനാവൻ എന്ന് പറഞ്ഞ പാട്ടിന്റെ റീമിക്സ് ഉണ്ടാവും. അപ്പൊ ഞാൻ അന്ന് ദീപിനോട് ചോദിച്ചു ഇതിന്റെ റൈറ്റ്സ് അന്നതൊന്നും വാങ്ങിച്ചിട്ടില്ല. അന്ന് ദീപ് പറഞ്ഞില്ല എങ്ങനെയെങ്കിലും ഇതിന്റെ റൈറ്റ്സ് വാങ്ങിക്കും, ഈ പാട്ട് റീമിക്സ് ചെയ്യും, ഈ പടത്തിൽ ഉണ്ടാകും. അപ്പൊ ദീപ് അത് പറഞ്ഞ പോലെ തന്നെ എന്റെ പ്രൊഡ്യൂസറെ കൊണ്ട് റൈറ്റ്സ് വാങ്ങിപ്പിച്ചു, അത് ഒരു റെട്രോ മിക്സ് ചെയ്യിപ്പിച്ചു, ഈ പടത്തിൽ അതുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇന്ന് തിയേറ്ററിൽ ഇത്രയും 3 ഷോ കഴിഞ്ഞപ്പോഴും ആ പാട്ട് വരുമ്പോൾ എല്ലാ തിയേറ്റേഴ്സിലും ആൾക്കാർ എണീറ്റ് നിന്ന് സ്ക്രീനിന്റെ ഫ്രണ്ടിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ ആ ക്രിയേഷൻ ഒരു ജീനിയസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ശ്യാം സാറും ബിച്ചു തിരുമലയും ഒരുമിച്ച് ഉണ്ടാക്കിയ ആ ഗാനം അന്നും ആൾക്കാരെ കൊണ്ട് കൈയടിപ്പിച്ചു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്നും അത് ആൾക്കാരെ കൊണ്ട് കൈയടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പാട്ട് തീർച്ചയായിട്ടും ആ പാട്ടും മറ്റു പാട്ടുകളെല്ലാം ഈ സിനിമയ്ക്ക് പൃഥ്വിരാജ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഡാൻസ് ചെയ്യുന്നത് ഇതുവരെ കണ്ടിട്ടില്ല പ്രേക്ഷകർ. അത് ഞാൻ നന്ദി പറയേണ്ടത് ബൃന്ദ എന്ന് പറയുന്ന കൊറിയോഗ്രാഫറിനോടാണ്. കാരണം ഞാനൊരു ഭയങ്കര ഡാൻസർ ആയതുകൊണ്ടല്ല, അത് എന്റെ 30-40 സിനിമകൾക്ക് കൊറിയോഗ്രാഫി ചെയ്ത പരിചയം വെച്ച് എന്നെ കൊണ്ട് എന്ത് ചെയ്യിച്ചാലാണ് ബോർ ആകാത്തത് എന്നതിനെ പറ്റി വ്യക്തമായ ധാരണയുള്ളതിന്റെ ഒരു ഗുണമാണ്. പിന്നെ ഓഫ് കോഴ്സ് ദീപു ആ പാട്ടിന് കൊടുത്തൊരു കൺസെപ്റ്റ്, അതിന്റെ ഡിസൈൻ, ലുക്ക്, ഷ്യാമിന്റെ സിനിമാറ്റോഗ്രാഫി എല്ലാം അതിലേക്ക് സഹായിച്ചിട്ടുണ്ട്. എന്തായാലും പൃഥ്വിരാജ് ഇപ്പോൾ അടുത്ത കാലത്തായി ഒരുപാട് യങ് ടാലന്റഡ് ആയ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ദീപു കരുണാകരനെ പോലെയുള്ള ആളുകളുടെ കൂടെ നല്ല വലിയ സംവിധായകർക്കൊപ്പം വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത്രയും യങ് ആയിട്ടുള്ള ആളുകൾക്കൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു അനുഭവത്തെ കുറിച്ച്. ദീപുവിന്റെ കാര്യം എനിക്ക് വളരെ സ്പെഷ്യലാണ്. കാരണം ദീപു ഞാനും സിനിമയിൽ വരുന്നതിന് മുമ്പ് സുഹൃത്തുക്കളാണ്. ദീപും ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്, ഞാനും ട്രിവാൻഡ്രത്താണ്. ദീപു ഞാനും സിനിമയിൽ വരുന്നത് ഒരുമിച്ചാണ്. ഞാനൊരു നടനായി അരങ്ങേറിയപ്പോഴാണ് ദീപു ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇൻഡസ്ട്രിയിൽ വരുന്നത്. അപ്പൊ അന്ന് ഒരുമിച്ച് നമ്മൾ ഒരു സിനിമയിൽ ദീപു അസിസ്റ്റന്റ് ആയിട്ടും ഞാൻ നടനായിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്നിങ്ങനെ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തും ഷൂട്ടിംഗ് സമയത്തും എല്ലാം ട്രിവാൻഡ്രത്തുള്ളപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ വൈകുന്നേരങ്ങളിൽ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മുടെ സിനിമാ സ്വപ്നങ്ങൾ ഒരുപാട് നമ്മൾ പങ്കുവെച്ചിട്ടുണ്ട്. അന്നത്തെ സ്വപ്നങ്ങൾ 5 വർഷത്തിനുള്ളിൽ ഓസ്കാർ ആയിരുന്നുവെങ്കിലും ഇന്നിപ്പോ ദീപു ഒരു കമേഴ്ഷ്യൽ സിനിമയിലെ ഒരു സെയിലബിൾ ഡയറക്ടറും ഞാനൊരു നടനുമായി 10 വർഷത്തിനിടയിൽ നമ്മൾ രണ്ടുപേരും നമ്മുടെ കരിയറിൽ ഇവിടെ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജി ഉണ്ട് അതിന്. അതുകൊണ്ട് ദീപു എന്നെ സിനിമയ്ക്ക് പുറത്ത് എന്നെ അറിയാവുന്ന അപൂർവം ചില സുഹൃത്തുക്കളിൽ ഒരാളാണ്. ഏതായാലും പൃഥ്വിരാജിന് ഇപ്പം എല്ലാ ഓണാശംസകളും പെരുന്നാൾ ആശംസകളും അഡ്വാൻസ് ആയിട്ട് നേരുകയാണ്. തീർച്ചയായിട്ടും ഏഷ്യാനെറ്റ് ന്യൂസിന്റെയും എല്ലാ പ്രേക്ഷകർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യം നിറഞ്ഞൊരു ഓണവും റംസാനും ഞാൻ ആശംസിക്കുന്നു. എല്ലാവരും കുടുംബസമേതം തിയേറ്ററിൽ പോയി തേജാഭായ് ആൻഡ് ഫാമിലി കാണുക. ആ സിനിമയിൽ ഒരുപാട് ചിരിക്കാനും ഒരുപാട് ആസ്വദിക്കാനുമുള്ള മുഹൂർത്തങ്ങളുണ്ട്. തീർച്ചയായിട്ടും ആ സിനിമയെ അനുഗ്രഹിക്കുക. പൃഥ്വിരാജിന് വളരെയധികം നന്ദി എന്റർടൈൻമെന്റ് ന്യൂസിൽ വന്നതിന്. എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി. താങ്ക് യു സോ മച്ച്. ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം.